Hi students, today we are going to study about modern farming techniques അല്ലെങ്കിൽ modern farming methods. ഏതൊക്കെയാണ് modern farming methods എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് പഠിക്കുന്നതുകൊണ്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. First of all, to understand about modern farming techniques നെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. To create awareness about agriculture innovations, agricultureൽ വരുന്ന innovationsനെ കുറിച്ചുള്ള ഒരു awareness കിട്ടുന്നു. To create knowledge of sustainable practices നെ കുറിച്ചുള്ള ഒരു knowledge കിട്ടുന്നു. And finally, to develop appreciation for agriculture. നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അഗ്രികൾച്ചറിനോട് ഒരു സ്നേഹവും അഗ്രികൾച്ചറിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. So it's great to develop an appreciation for agriculture. നമ്മൾ ഇനി ഏതൊക്കെയാണ് മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു നമുക്കൊരു കോൺസെപ്റ്റ് മാപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് 4 types of modern farming methods ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ polyhouse farming, then precision farming, then aeroponics and finally hydroponics. ഈ 4 തരത്തിലുള്ള ഫാമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. Let's begin with polyhouse farming. So, what is polyhouse farming? In polyhouse farming, crop field is completely or partially covered by transparent polythene sheets. പോളിഹൗസ് എന്ന് കേട്ടാൽ തന്നെ അറിയാലേ, പോളിത്തീൻ ഷീറ്റ്, ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്. അപ്പൊ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ കവർ ചെയ്തിട്ടുള്ള ഒരു ക്രോപ്പ് ഫീൽഡ് ആണ് ഇവിടെ ഉണ്ടാവുക. അതായത് ഒരു വീട് പോലെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു ഹൗസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനുള്ളിലാണ് ക്രോപ്സ് ഒക്കെ വളർത്തുന്നത്, ചെടികൾ വളർത്തുന്നത്. എന്നിട്ട് ക്രോപ്പ് ഈൽഡ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ആ ഹൗസിന്റെ ഉള്ളിൽ ദി ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ആർ കോൺസ്റ്റന്റ്ലി റെഗുലേറ്റഡ്. നമുക്ക് ചെടി വളരാനുള്ള ആവശ്യത്തിനുള്ള ടെമ്പറേച്ചറും മോയ്സ്ചറും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലാവാനും പാടില്ല, കുറയാനും പാടില്ല, ഒരു മോഡറേറ്റ് ഒപ്റ്റിമം ലെവലിൽ നിൽക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് അതൊക്കെ കോൺസ്റ്റന്റ്ലി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ടെമ്പറേച്ചറിന്റെയും മോയ്സ്ചറിന്റെയും കാര്യം പറഞ്ഞു. ഇനി ഇറിഗേഷൻ, വെള്ളം എങ്ങനെയാണ് കൊടുക്കുന്നതാണ് നോക്കണേ. Nutrients dissolved in water are supplied through drip irrigation. നല്ല ക്രോപ്പ് ഈൽഡ് കിട്ടണമെങ്കിൽ അതിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കണം അല്ലേ. ഈ ന്യൂട്രിയൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് സപ്ലൈ ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ അമിതമായ വെള്ളം കൊടുക്കാതെ അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം തുള്ളി നന എന്ന് പറയും, കുറച്ച് കുറച്ച് കൊടുക്കുക. ഒരു പൈപ്പ് വഴി റൂട്ട്സിലേക്ക് ഡയറക്ട്ലി പമ്പ് ചെയ്യുന്നതിന് അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി പോളിഹൗസ് ഫാമിങ്ങിന്റെ ഒരു ചിത്രം നോക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള റൂഫുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ചെടികൾ വളരുന്നുണ്ട്. ക്രോപ്പ് ഈൽഡ് ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിസിഷൻ ഫാമിംഗ്. So what is precision farming? In precision farming, soil is covered using polythene sheet in order to control weeds and limit irrigation. അപ്പോൾ നമ്മൾ പോളിഹൗസ് ഫാമിങ്ങിൽ ഹൗസ് പോലെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഇവിടെ സോയിലാണ് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുന്നത്. എന്തിനാണ് കവർ ചെയ്യുന്നത്? കൺട്രോൾ വീഡ്സിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ലിമിറ്റ് ഇറിഗേഷനും. ഇവിടെയും ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളമോ വെള്ളം കുറച്ചോ അല്ല, മോഡറേറ്റ്. ചെടികൾക്ക് എത്രയാണോ വെള്ളം ആവശ്യം അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുന്നത്. മറ്റൊരു പെക്യുലിയാരിറ്റി എന്ന് വെച്ചാൽ the nature of soil, quantity of elements in the soil, pH value of the soil, presence of water in the crop field are tested using modern technology. ഈ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ പ്രിസൈസ് എന്നുള്ള ഒരു കാര്യം ഓർമ്മ വരില്ലേ. അപ്പോൾ ഇവിടെ പ്രിസൈസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഒരു ചെടി വളരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് വേണം അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഫാമിംഗ് നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? സോയിലിന്റെ നേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് എലമെന്റ്സ് ഇൻ ദ സോയിൽ, എലമെന്റ്സിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം നമുക്കറിയാം. കുറച്ച് എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ടല്ലേ ചെടി വളരാൻ വേണ്ടിയിട്ടുള്ള, ആ എലമെന്റ്സ് ഒക്കെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. pH വാല്യൂ ഓഫ് ദ സോയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ presence of water, എത്രത്തോളം വാട്ടർ കണ്ടന്റ് സോയിലുണ്ട്, ക്രോപ്പ് ഫീൽഡ് ഉണ്ട് എന്നുള്ളത് കൂടി ചെക്ക് ചെയ്തിട്ട് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ട് പ്രിസൈസ് ആയിട്ട് നടത്തുന്ന ഒരു ഫാമിങ്ങിനെയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. നോക്കി അറിയാം, നിലത്ത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ക്രോപ്പ് ഫീൽഡ്, സോയിലാണ് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഇറിഗേഷൻ ഒക്കെ പോസിബിൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എയറോപോണിക്സ്. എയറോപോണിക്സ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ എയ്റോ മീൻസ് എന്താണ്? എയർ അല്ലേ.
അപ്പോൾ ഇവിടെ plants are grown in such a way that roots are grown into air. റൂട്ട്സ് സോയിലിലേക്കല്ല മറിച്ച് എങ്ങോട്ടാണ് വളരുന്നത്, എയറിലേക്കാണ് വളരുന്നത്. ന്യൂട്രിയൻസ് ആർ സ്പ്രേഡ് ഡയറക്ട്ലി ഇൻ ടു റൂട്ട്സ്. ഇപ്പോൾ ഈ എയറിലേക്ക് വളരുന്ന വേരുണ്ടല്ലോ, ഈ വേരിലേക്ക് ന്യൂട്രിയൻസ് ഡയറക്ട്ലി എന്ത് ചെയ്യും, സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് എയറോപോണിക്സിന്റെ ഒരു ചിത്രം വരുന്നത്. നോക്കി നോക്കൂ, റൂട്ട്സ് താഴോട്ട് വളരുന്നുണ്ടല്ലേ, അത് എയറിലേക്കാണ് വളരുന്നത്, മണ്ണൊന്നും കാണുന്നില്ല. ഈ വേരിലേക്ക് ന്യൂട്രിയൻസ് ഡിസോൾവ് ചെയ്തിട്ടുള്ള ലിക്വിഡ് എന്ത് ചെയ്യും, സ്പ്രേ ചെയ്യും. നെക്സ്റ്റ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ അല്ലേ, ഹൈഡ്രോ മീൻസ് എന്താ, വാട്ടർ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നുള്ള കാര്യമാണ് ഓർമ്മ വരിക. അപ്പോൾ ഇവിടെ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത് ഒരു ന്യൂട്രിയൻ സൊല്യൂഷനിലാണ്. പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. അപ്പോൾ എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എയറോപോണിക്സിൽ എയറിലേക്കാണ് വേരുകൾ വളരുന്നത്, ഹൈഡ്രോപോണിക്സിൽ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ന്യൂട്രിയൻ സൊല്യൂഷനിലേക്കാണ് വേരുകൾ വളരുന്നത്. ഹൈഡ്രോപോണിക്സ് നോക്കൂ, ചെടികൾ ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിന് താഴെ ന്യൂട്രിയൻ സൊല്യൂഷൻ ഉണ്ടാവും, അതിലായിരിക്കും വളരുന്നത്. ഹൈഡ്രോപോണിക്സിന്റെ എയറോപോണിക്സും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടില്ലേ? ഹൈഡ്രോപോണിക്സിൽ വേരുകൾ എവിടെയാണ്, ഒരു ന്യൂട്രിയൻ സൊല്യൂഷനിലാണ്. എയറോപോണിക്സിലാണെങ്കിൽ വേരുകൾ എയറിലേക്ക് പടർന്നു നിൽക്കുകയാണല്ലേ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളാവാം അല്ലേ. നെയിം ദ 4 types of modern farming methods. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ച മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? യെസ്, പോളിഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, എയറോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ്. Then what is the difference between hydroponics and aeroponics? അപ്പോൾ ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു അല്ലേ. ഹൈഡ്രോപോണിക്സിന്റെ എയറോപോണിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹൈഡ്രോപോണിക്സിൽ വേരുകൾ എങ്ങോട്ടാണ് വളരുന്നത് അല്ലെങ്കിൽ ചെടികൾ എങ്ങോട്ടാണ് വളരുന്നത്, ഒരു ന്യൂട്രിയൻ സൊല്യൂഷനിലേക്കാണ്. എയറോപോണിക്സിൽ എയറിലേക്കാണ് വേരുകൾ വളരുന്നത്. ആൻഡ് വാട്ട് ഈസ് പോളിഹൗസ് ഫാമിംഗ്? പോളിഹൗസ് ഫാമിംഗ് എന്താണ്? പോളിഹൗസ് ഫാമിംഗിൽ എന്താ, ക്രോപ്പ് ഫീൽഡ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് ചെടികൾ വളരുന്നത്. അവിടെ ടെമ്പറേച്ചറും മോയ്സ്ചറൊക്കെ കോൺസ്റ്റന്റ്ലി റെഗുലേറ്റ് ചെയ്യും. ന്യൂട്രിയൻസ് ഒക്കെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി സപ്ലൈ ചെയ്യും. ഇത്രയാണ് പോളിഹൗസ് ഫാമിങ്ങിന്റെ പ്രത്യേകത. ആൻഡ് വാട്ട് ആർ പെക്യുലാരിറ്റീസ് ഓഫ് precision farming? Precision farming is a precise farming in which soil is covered by polythene sheet. സോയിലാണ് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. where nature of the soil, quantity of elements present in the soil, pH of the soil and water content present in the soil are regulated or tested using modern technology. ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം പ്ലാന്റ്സിന് ആവശ്യമുള്ള രീതിയിൽ മാത്രം ഉള്ള ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് പ്രിസിഷൻ ഫാമിംഗ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 4 types ഓഫ് ഫാമിംഗ്: പോളിഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.